ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അപ്പോൾ ഇനി അടുക്കളയിലോട്ട് പോകണം. അപ്പോൾ ഞാനൊന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിടത്തില്ല, ഞാൻ ഈ കർട്ടൻസ് ഈ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് പൊക്കി വയ്ക്കും, കുറച്ച് വെട്ടം വരാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം തുറന്നിടും കേട്ടോ. അടുക്കളയിലോട്ട് പോയി നേരെ ഒരു പാലെടുത്ത് വെളിയിൽ വെക്കുകയാണ്. ചായ ചിലപ്പം രാവിലെ തന്നെ ഇടും, എന്നിട്ട് കുറച്ച് പാല് കാച്ചി വയ്ക്കും. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ്, വെള്ള ചമ്മന്തി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, വെള്ള ചമ്മന്തി. സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. ഇന്ന് സാമ്പാറൊന്നുമില്ല, അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ദോശയും ചമ്മന്തി ആക്കാണ്. നല്ലതായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കറക്റ്റ് പാകത്തിന്. നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ കല്ലിൽ പുരട്ടുന്നത് കേട്ടോ. അത് അടിപൊളിയായിട്ട് നമ്മൾ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഇളകി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ചമ്മന്തിക്ക് കടുക് വറുക്കുകയാണ്. ഉള്ളി അവിടെ കിടന്ന് മൂക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ദോശയും കൂടി റെഡിയാക്കാം. അങ്ങനെ ദോശയൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി. ചമ്മന്തിക്ക് ഈ സമയം കൊണ്ട് ചമ്മന്തി റെഡിയായി. ഇനി കടുക് വറുത്തതും കൂടി ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാനിത് മിക്കവാറും ചമ്മന്തി ഇങ്ങനെ തിളപ്പിച്ചൊന്നും എടുക്കാറില്ല കേട്ടോ. ഇനി കടുക് വറുത്തത് ഇനി ഇടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കും. നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സമയമാകുമ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ. ഇനി മോനിന് ഫുഡ് കൊടുക്കണം. മിക്കവാറും നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തിന് കഴിക്കും. കാരണം ഞാൻ അവനുള്ളത് എനിക്കുള്ളത് ഒരു പ്ലേറ്റിലെടുക്കുക കേട്ടോ. അവന് കഴിക്കാൻ ഒത്തിരി സമയം എടുക്കുകയും കുറേ സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫുഡ് അടി കഴിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കളിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവന് ഒത്തിരി സമയം എടുക്കും. ഈ സമയത്ത് എൻ്റെ ഫുഡ് അടിയും കൂടി കഴിഞ്ഞാലേ അപ്പോൾ അത് കഴിയുമല്ലോ എനിക്ക്. അവനാണെങ്കിൽ ഒരു 3/4 ദോശ, അത് നൈസായിട്ടാണ് ഒരു അര ദോശ എന്തോ കഴിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് അവന് മക്കാന വേണം. ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്ക് ലോട്ടസ് സീഡ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങിയേ. ഇത് കണ്ടാൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം എനിക്ക്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കൊടുത്ത് ഇന്നിപ്പം അര ദോശയെ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഇതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതുണ്ടാക്കേണ്ടത്. ഞാൻ എങ്ങനെയൊന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നെയ്യിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിക്കും. എന്നിട്ട് ഇത് ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇത് കുറച്ചൊന്ന് നല്ല ക്രിസ്പി ആവണം റോസ്റ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ടീയുടെ കൂടെയും ഒരു തേയില എടുത്താലും കോഫിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളെ ഓൾ ചിപ്സ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിനേക്കാളൊക്കെ ഭയങ്കര ഫാർ ബെറ്ററാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവൻ ഈ സമയം ടി വി കാണുന്ന സമയമാണ്, അപ്പം ഞാൻ കൊണ്ടു കൊടുക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഇത് കണ്ടപ്പം തന്നെ. മക്കാന വേണ്ടേ? മക്കാന ഇവിടെ വന്നിരിക്കും. എന്നോ ഹാപ്പിയാണ്. കഴിച്ചു. അമ്മ ഒന്ന് എടുത്തോട്ടാ. താങ്ക് യു. പിന്നെ ഞാൻ തുണി എടുത്തിട്ട് വന്ന് മേളിൽ പോയി. ഇതൊക്കെ ഇന്ന് എനിക്കിനി മടക്കാനുള്ള തുണികളാണ്. ഒരു കൂട്ടം കാണും, എന്നും കാണും. ഇതുപോലെ പോയി എടുത്തിട്ട് വരും, പിന്നെ കൊണ്ടിട്ടിട്ട് പിന്നെ ഞാൻ സമയമുള്ളപ്പോൾ മടക്കാണ് ചെയ്യണത്. ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് രാവിലെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഹസ്ബൻഡ് കൊടുത്ത് വിണ്ട്. എന്നിട്ട് ബാക്കി ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടാക്കും. ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. തുണിയൊക്കെ മടക്കി വെക്കണം. പിന്നെ ഞാൻ ഇന്നലെ പനീർ ഉണ്ടാക്കിയത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പം ഇന്നത്തേക്കുള്ള ഈ ഫുഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊടുത്ത് വിടാമല്ലോ. നല്ല പനീർ കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാവേ. മോനിന് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് സമാധാനം കഴിക്കാമെന്ന് വിചാരിച്ച് സമാധാനത്തോടെ അങ്ങനെ ഞാൻ ടി വിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാണ്. ചില സമയത്ത് ഞാൻ അവിടെ പോയിട്ട് കഴിക്കും, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ച്. ഇനി എനിക്ക് പാത്രം കഴുകാറുണ്ട് കേട്ടോ. ഒത്തിരി പാത്രമുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് രാവിലെ ഒരു തവണ കഴുകി, 1-2 തവണ കഴുകിയതാണ്. ഇനി ഉച്ചത്തെ പാത്രങ്ങൾ അതും ഉണ്ട് കുറേ കഴുകാൻ വേണ്ടിയിട്ട്. പാത്രമൊക്കെ കഴുകി ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് നോക്കി എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പഴമൊക്കെ കഴിച്ച് ഇന്ന് ജസ്റ്റ് ഒന്ന് എനിക്കുള്ളൊരു സമയം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം ഞാൻ ടി വിയിൽ എന്തെങ്കിലും പാട്ടിടും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാണ് ഇടയ്ക്കൊരു ഡാൻസ് നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ സ്ഥിരം ഒരിതാണ് കേട്ടോ. അങ്ങനെ
ഞാൻ ജസ്റ്റ് ടി വി ഒക്കെ കണ്ട് ചില്ല് ചെയ്ത് ഒരു ചിൽ മൂഡ് ഓണാണ് ഇപ്പം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനൊരു സമയം വേണം കേട്ടോ, കുറച്ചൊരു നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പഴമൊക്കെ ആസ്വദിച്ച് കഴിച്ച് മോനും ഉറക്കമാണ്. ഇപ്പോൾ എണീറ്റ് വരും കേട്ടോ, മിക്കവാറും സൗണ്ടൊക്കെ ഇട്ട് പെട്ടെന്ന് എണീക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കുഞ്ഞുനാളിലെ അങ്ങനെയാണ് കേട്ടോ. അവനെ ആട്ടി ഉറക്കി ഞാൻ പിന്നെ പമ്മി നടക്കത്തുള്ളൂ കേട്ടോ, ഒരു സൗണ്ടും ഉണ്ടാക്കാതെ. ഒന്ന് പെട്ടെന്ന് ഉണരും. ചില കുട്ടികൾ ഉറങ്ങിയാൽ പിന്നെ ഒരു 2-3 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങത്തില്ലേ, ഇവൻ അങ്ങനെയില്ല. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണരും കേട്ടോ, ആ ഒരു സ്വഭാവമാണ് ഇവന്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്, ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവാണ്. അപ്പം അങ്ങനെ ഞാൻ റെഡി ആവാൻ പോവാണ് ഗൈസ്. അപ്പോൾ പിന്നെ മോനും അടുത്ത് തന്നെ നിൽപ്പുണ്ട്, മേല് കഴുകി അവനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് റെഡി ആവാം. ഞാൻ ഈ ചൂട് സമയത്ത് ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഐലൈനർ, പൊട്ട്, ഇത്രയൊക്കെ തന്നെ കേട്ടോ. ഇതാണ് നല്ലത്, കാരണം ഈ ചൂടൊക്കെ ആകുമ്പോൾ എനിക്ക് ഒന്നാതെ ഭയങ്കര പാടാണ്. അങ്ങനെ അങ്ങനെ റെഡിയായി കേട്ടോ. പണ്ടൊക്കെ എത്ര സമയം എടുത്ത് നമുക്ക് പതുക്കെ റെഡിയാവും. ഇതൊക്കെ ചടപടയെന്നാണ്, എനിക്ക് ഒട്ടും സമയമില്ല. ഇത് പ്ലീറ്റ് എടുത്ത് നമുക്ക് കുത്തണം എന്നായിരുന്നു മേളിൽ, പക്ഷേ എനിക്കത് ഒത്തിരി സമയം എടുക്കണം. ഞാൻ അതുകൊണ്ട് എളുപ്പപ്പണിക്ക് അഴിച്ചിട്ട് കേട്ടോ. മിക്കവാറും ഇപ്പോൾ അഴിച്ചിട്ടാണ്, പ്ലീറ്റ് ഇങ്ങനെ കുത്താനുള്ള സമയം കിട്ടാറില്ല എനിക്ക്. ഈ സാരിയിൽ പ്ലീറ്റ് എടുത്ത് കുത്തുന്നതായിരുന്നു നല്ലത് കേട്ടോ. പിന്നെ ഒട്ടും സമയമില്ല ഗൈസ്. പണ്ടൊക്കെ എന്തായിരുന്നില്ല, നമുക്ക് ഒത്തിരി സമയം കിട്ടൂലേ. ഇപ്പോൾ എല്ലാം ചടപടയെന്നാണ്. നമുക്ക് പണ്ടത്തെ പോലെയൊന്നും നന്നായിട്ട് റെഡി ആകാനൊന്നും പറ്റില്ല കേട്ടോ. പെട്ടെന്ന് എന്തൊക്കെ ഞാൻ സാരിയൊക്കെ വലിച്ച് വാരി കുത്തി അങ്ങനെ വെച്ച്, ഇതിപ്പോൾ പ്ലീറ്റ് അഴിച്ചിട്ടേക്കുന്നതുകൊണ്ട് ആരും അറിയില്ല കേട്ടോ. ആ ഒരു ഒട്ടുസൂത്രം ആണ് ഞാൻ പ്രയോഗിച്ചിരിക്കുന്നത്. എല്ലാം കൂടി വാരി കുത്തി വച്ചിട്ടുണ്ട് അകത്തോട്ട്. അപ്പം ഇങ്ങനെ പ്ലീറ്റ് ആകുമ്പോൾ ആരും അറിയത്തില്ലല്ലോ. കല്യാണം കഴിഞ്ഞു. ഇനി മെയിൻ പരിപാടി ഫുഡ്, സദ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സദ്യ കേട്ടോ. എനിക്ക് നോൺ വെജിനേക്കാളും സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് സ്പീഡിലാണ് അവർ വിളമ്പണത്. നമ്മൾ കഴിച്ച് തീരത്തില്ല, ആസ്വദിച്ച് കഴിക്കാനും പറ്റില്ല, കുറച്ച് സ്പീഡ് എടുക്കേണ്ടി വരും. ഞാൻ പൊതുവെ പതുക്കെ കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ സ്പീഡിൽ കഴിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അവർക്ക് എന്തായാലും അടുത്തിനിപ്പം ആളുകൾ വേറെ കയറണമല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ വിളമ്പണത്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് കുറച്ച് സ്പീഡിൽ കഴിക്കാൻ പാടാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.